ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യൻ മിത്രയും കൊണ്ട് ആ മിഥുനെ അടിച്ചിട്ട് ആ സ്ഥലത്തേക്ക് വരുവാ കേട്ടോ. അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ നോക്കുന്നെങ്കിലും ആര്യന് അറിയാലോ അവിടെ മിഥുൻ എന്തായാലും ഇല്ല. എന്നപ്പം മിഥുൻ സമാധാനപ്പെടുത്തുന്നുണ്ട്. അവനെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും, നീ സമാധാനപ്പെടുമെന്ന് പറയുന്നാലും നമ്മുടെ മിത്രയ്ക്ക് അതൊന്നും അത്രയ്ക്ക് ആവുന്നില്ല കേട്ടോ. മിത്ര പേടിച്ച് അങ്ങോട്ട് വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട്, ആര്യ ഇനി അവൻ്റെ ബോഡി വേറെ ആരെങ്കിലും എടുത്തിട്ട് പോയി കാണോ, അതോ ഇനി അവൻ ആരെങ്കിലും രക്ഷപ്പെടുത്തി കാണോ, എനിക്ക് പേടിയാവണം, ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാവുമെന്ന് പറയാം കേട്ടോ. പക്ഷേ ആര്യം പറഞ്ഞിട്ട് നീ വിചാരിക്കും പോലെയല്ല, നിൻ്റെ പേടിയാണ് നിന്നെ ഓരോ കാര്യങ്ങളിലും കൊണ്ടാക്കുന്നത്. ഒരു കാര്യം ചെയ്യാൻ ആര്യ, നമുക്ക് ഇവിടുന്ന് ദൂരോട്ട് എങ്ങാനും മാറിപ്പോയാലോ, എനിക്കിവിടേക്ക് നിന്നിട്ട് ഭ്രാന്തെടുക്കണം. എവിടെ പോകാനാണ് നീ പറയണത്? അതല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നാലും പോലീസ് അന്വേഷണം വരില്ലേ, വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചിട്ട് പോവില്ലേ, അറസ്റ്റ് ചെയ്യും ഉറപ്പാ. ഓരോ ദിവസം തല പൊങ്ങി ഇങ്ങനെ പേടിച്ച് വിറച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ ആര്യാന്നും പറഞ്ഞ് ഭയങ്കര ടെൻഷൻ പറയാട്ടോ മിത്ര. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, നീ വിചാരിക്കണ പോലെയല്ല, നമ്മൾ എവിടെ പോയി ഒളിച്ചാലും ശരി തന്നെ അവിടെ പോലീസിൻ്റെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊക്കിയിരിക്കും, അത് ഉറപ്പാണ്. നീ വിചാരിക്കും പോലെ ഇതിനൊന്നും സംഭവിച്ചു കാണില്ല. ആരെങ്കിലും എടുത്ത് ആശുപത്രി കൊണ്ടുപോയി ചിലപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. രക്ഷപ്പെട്ടാലും എനിക്ക് പേടിയാണ്, കാരണം അവൻ ഇന്നല്ല നാളെ ആയാലും എൻ്റെ പുറകിൽ വരും, ഉറപ്പാ. മരിച്ചെങ്കിൽ മരിച്ചു എന്നെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ അവൻ എന്നെ വെറുതെ വിടുമോ? ഒരിക്കലും എന്നെ വെറുതെ വിടില്ല, എന്നെ കൊല്ലുവാരിയാന്നും പറഞ്ഞ് പേടിച്ച് പറിക്കാട്ടോ. എന്നിട്ട് പറയാം, അപ്പോൾ ആര്യം പറയുന്നുണ്ട്, നിനക്ക് അങ്ങനൊരു പേടി വേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അതുമാത്രമല്ല, അന്ന് നമ്മൾ വന്നത് എന്ത് തീരുമാനിച്ചായിരുന്നു? ഞാനൊരു കത്തിയും കൊണ്ടാണ് വന്നത്, അവനെ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നമുക്ക് ഒരു വിറയലുണ്ടായിരുന്നു. ഇനി അവൻ വന്നാൽ അതില്ല, ഉറപ്പായിട്ടും എൻ്റെ മനസ്സിൽ തീരുമാനം, ഞാൻ തീർത്തിരിക്കും. ആ കത്തി കൊണ്ട് തന്നെ അവനെ ഞാൻ കൊന്നിരിക്കും. അയ്യോ ആര്യ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. എനിക്ക് ആര്യനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല എൻ്റെ കൂടെ നിൽക്കാൻ. അവൻ ഉറപ്പായിട്ട് എന്നെ പിടിച്ചിട്ട് പോവും. അങ്ങനെ നീ വിചാരിക്കണ്ട. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോയാലും നീ സന്തോഷത്തോടെ ജീവിക്കുമല്ലോ എന്ന്. പക്ഷേ ഇനി അങ്ങനെയല്ല, ഞാൻ മരിക്കില്ല. ഞാൻ മരിച്ച് പോയാലും നിന്നെ അങ്ങനെ ഒരു ദുഷ്ടൻ സ്വന്തമാക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല മിത്രേ. നീ സമാധാനമായിട്ട് ഇരിക്കുക. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്താ വിചാരിച്ച് ഇതിനെപ്പോലെ ഒരുത്തനെ നിന്നെ ഞാൻ വിട്ടുകൊടുക്കുന്നു? നീ എൻ്റെ ആരാ? ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയല്ലേ നീ എൻ്റെ ജീവനാടി. ഞാൻ നിന്നെ കൊടുക്കില്ല, ഒരിക്കലും അവന് വിട്ടുകൊടുക്കില്ല. അവനെപ്പോലെ ഒരുത്തിന് കൊണ്ടുപോകാനുള്ള അല്ല നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മിത്രയെ ഒരു വല്ലാത്ത വൈകാരിക സ്നേഹത്തോടു കൂടിയും ആരും ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കാട്ടോ ആ സ്ഥലത്ത് വെച്ചിട്ട്. മിത്രയ്ക്കാണെങ്കിൽ ഇതുപോലൊരു സന്തോഷവും സമാധാനവും ഇല്ല കേട്ടോ. ഭയങ്കര സമാധാനത്തോടെ ആര്യനോട് പറയാനുണ്ട്, ആര്യ എനിക്ക് ഒരുപാട് സമാധാനമായി. ആര്യൻ്റെ ഈ വാക്കുകളും ഈ ഒരു ആശ്വസിപ്പിക്കലും ഇതൊക്കെയാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ നയിക്കുന്നത്. എനിക്ക് പേടിയാവുന്നു, എന്നാലും ആര്യൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം, അതൊരു വല്ലാത്ത ധൈര്യം തന്നെയാണെന്ന് പറയാം. പോലീസും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ്, സോഷ്യൽ മീഡിയ ഒക്കെ അറിഞ്ഞ് നാട് മുട്ടും നമ്മൾ നാണം കെടുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പേടിക്കുക. അങ്ങനെ ഒരു പേടി നീ വേണ്ട. എൻ്റെ എന്തുണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇത്രേ, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആര്യൻ ഒത്തിരി സ്നേഹിക്കട്ടെ മിത്രേനെ. എന്നിട്ട് മിത്രയോട് പറയാം, കോളേജിലേക്ക് പോകാൻ നിനക്ക് സമയമായില്ലേ, ഇനി ഇവിടെ നിന്ന് കറങ്ങണത് ശരിയല്ല. നിന്നെ ഞാൻ കോളേജിലേക്ക് കൊണ്ടുവിടാം. തിരിച്ച് വൈകിട്ട് വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് വിളിച്ചോളാം. എനിക്ക് ചെറിയ ലോഡെടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി ആര്യാന്ന് പറഞ്ഞ് അങ്ങനെ കോളേജിലേക്ക് കൊണ്ടുവിടാട്ടോ. ഈ സമയത്ത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കൃഷ്ണമംഗലത്ത് സരസ്വതി അമ്മ, സരസ്വതി അമ്മ അല്ല, ഇന്ദിര അമ്മയ്ക്കാണെങ്കിൽ ഗോമതിയോട് സംസാരിക്കണം. അങ്ങനെ രഹസ്യമായിട്ട് മുറിക്കകത്ത് നിന്ന് ഫോണെടുത്ത് ഗോമതിയെ വിളിക്കാട്ടോ. ഗോമതിക്ക് അമ്മയുടെ ഫോൺ കോൾ കാണുമ്പോഴേ സന്തോഷമാവണം. എത്ര ദിവസമായി അമ്മയൊന്ന് കണ്ടിട്ടും വിളിച്ചിട്ടും എന്നുള്ള സന്തോഷം. അങ്ങനെ പറയും, എന്താ അമ്മ വിശേഷം ചോദിക്കുമ്പോൾ തന്നെ ഇന്നലെ അമ്മ പറയുകയാണ്, മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിന്നോട് മാത്രമായിട്ടാണ്. അത് ഇവിടെ നിന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് രഹസ്യമായിട്ട് പറയണം. എന്താ അമ്മ അത്ര കാര്യം? അതെ, ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല മോളെ, നമുക്ക് പുറത്തോട്ട് ദൂരോട്ട് എവിടെയെങ്കിലും നിന്ന് വേണം സംസാരിക്കാനായിട്ട്. നീ പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും വരാവോ? നമുക്ക് അമ്പലത്തിലോ എവിടെയെങ്കിലും വെച്ച് നമുക്കൊന്ന് കാണാമെന്ന് പറയാം കേട്ടോ. ശരി അമ്മയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നലെ അമ്മ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണതും അവിടെ രാജശ്രീയും ഭർത്താവ് അച്യുതനും നിൽപ്പുണ്ട് കേട്ടോ. അവരങ്ങ് ചാടി തുമ്മിച്ച് നിൽക്കുക. പുറത്തേക്ക് ഇറങ്ങി വേണം, അമ്മ എന്തൊക്കെയാ ഈ കാട്ടിക്കൂടുന്നത്? എന്താ ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയണേ? ഇപ്പോൾ പറയില്ലേ ഓണിങ്ങും കൂറങ്ങോന്ന്, അതാ അമ്മയുടെ സ്വഭാവം. എടി ഞാനിപ്പോൾ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? അമ്മ ഇപ്പോൾ ആരെയാണ് വിളിച്ചത്? ആ ഗോമതീനെയല്ലേ? അതെ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഇന്ദിരാമ്മ ഒന്ന് പരിങ്ങാട്ടോ. കള്ളം പറയാനൊന്നും നോക്കണ്ട. അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനൊരു ബന്ധം നമുക്കില്ല. അവൾ ഇവിടുന്ന് വിട്ടു പോയതിന് ശേഷം ഇതുവരെയും നമുക്ക് അങ്ങനൊരു മോളില്ലാന്ന് നമ്മ തീരുമാനിച്ചിരുന്നതാണ്. അത് വീണ്ടും അമ്മ തെറ്റിക്കുകയാണോ? അല്ല, എത്രയ്ക്കാലും അവളെൻ്റെ മോൾ തന്നെയല്ലേ. ഒന്ന് കണ്ടു എന്നും പറഞ്ഞ് എന്ത് സംഭവിക്കാനാ? കാണണ്ട, അതാ ഞാൻ പറയണത്.
എന്നിങ്ങനെ അച്യുതൻ പറയാട്ടോ. ഇതും കേട്ടിട്ട് അനന്തനും നന്ദിയൊക്കെ വരികയാണ്. അപ്പോൾ അനന്തൻ ചോദിക്കുന്നു, എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കണത്? ഇവിടെ എന്താ നിനക്ക് പ്രശ്നം? അല്ല, അമ്മ ചെയ്യണ പണി അറിയോ? ഇവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് സ്നേഹമൊക്കെ അപ്പുറത്താണ് കാണിക്കണത്. അപ്പുറത്തെ ഗോമതിയായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അവളെ കാണുകയും സംസാരിക്കുകയും ഒന്നും ചെയ്യരുതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തീരുമാനം എടുത്തതാണ്. പക്ഷേ അമ്മ അതൊക്കെ തെറ്റിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അങ്ങ് പോയി നിന്നാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ അച്യുതൻ പറയാട്ടോ. അവസാനം നമ്മുടെ അനന്തം പറഞ്ഞിട്ടുണ്ട്, പോട്ടെ പോട്ടെ വിട്ടുകള, ഒരു പ്രാവശ്യത്തേക്കല്ലേ, ഒരു പ്രാവശ്യമല്ല, ഇത് പലതവണ ആയില്ലേ ചേട്ടാ. ശരി പോട്ടെ, പാവം, എന്ത് പാവം, ഒരു പാവവും ഇല്ല എന്ന് രാജശ്രീ അങ്ങനെ ഇടക്കെട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇന്ദിരാമ്മ നേരെ അമ്പലത്തിലേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നല്ല സെറ്റ് സാരിയെ കൊടുത്ത് ഇറങ്ങാട്ടോ. ഈ സമയത്ത് തൊട്ടപ്പുറത്ത് നമ്മുടെ ഗോമതിയും നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ സാരിയെ കൊടുത്ത് പെട്ടെന്ന് ഇറങ്ങി പോവാണ്. എന്നിട്ട് ആ ദേവി കണ്ട പോക്കാണല്ലോ, ദേവി കാണാണ്ട് പതുക്കെ പോവാണ് കേട്ടോ. ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഇറങ്ങണതും തൊട്ട് പിറകെ അമ്മയെന്നൊരു വിളി. ആരാ? ദേവി. ഓ, കുഴങ്ങിപ്പോയി. അപ്പോൾ തന്നെ ദേവി ചിക്കണ, അമ്മ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ആഹാ, അമ്മ നല്ല സാരിയെ കൊടുത്തിരിക്കണല്ലോ എന്ന് പറയാട്ടോ. ഇല്ല മോളെ, അത് ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരട്ടെ. അപ്പോൾ തിരിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കാട്ടോ ദേവി. അമ്പലോ ഈ സമയത്താണോ? അത് ഇന്നവിടെ ഒരു സ്പെഷ്യൽ പൂജയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നട പെട്ടെന്ന് അടയ്ക്കത്തില്ല, ഉച്ച കഴിഞ്ഞ് അടയ്ക്കുള്ളൂ. ആണോ? എന്നാൽ പിന്നെ ഞാനും രാവിലെ കുളിയും നനയൊക്കെ കഴിഞ്ഞു അമ്മേ, ഞാനും കൂടെ വരട്ടെ. നിൽക്കി ഞാനും കൂടെ വരാമേ, ജസ്റ്റ് ഒന്ന് ഇറങ്ങണ നേരേ ഉള്ളൂ. അയ്യോ വേണ്ട വേണ്ട, അതെന്താ? അല്ല മോളെ, അത് ശരിയാവില്ല. അതെ, ഒരാൾ മാത്രം പോയി പ്രാർത്ഥിക്കേണ്ട ഒരു ഇതിനാണ് ഞാൻ കൊടുത്തത്, പൂജയ്ക്കാണ് ഞാൻ കൊടുത്തത്. ഓ, അതായത് ഏകാന്ത പൂജ. ഏകാന്ത പൂജയോ? അങ്ങനെ ഒരു പൂജയൊന്നും ഇല്ലല്ലോ. ഉണ്ട് മോളെ, ഞാൻ അതിനാ കൊടുത്തത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, ഞാനും കൂടെ വരും, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ദേവിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ പോവാട്ടോ. ദേവിയുടെ അല്ല, ദേവി ഗോമതിയുടെ കൈയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഈ ദേവിയുടെ ആ ഒരു സംസാരവും രീതിയും ഒക്കെ അങ്ങനെ വെപ്രാളം, എങ്ങനെയെങ്കിലും അമ്മയൊന്ന് കണ്ടാൽ മതി. അവസാനം ദേവിയുടെ കൈ തട്ടി മാറ്റിയിട്ട് പറയാം, ദേവി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞില്ലേ, മോളൊരു കാര്യം ചെയ്യും, അകത്തേക്ക് ചെല്ലേ, ഞാൻ ദേവി വരുന്നു. അങ്ങനെ രണ്ടുപേരോട്ട് പോയി ശരിയാവില്ല, വിട് എന്നെ വിട് എന്ന് പറഞ്ഞ് തട്ടി മാറ്റിയിട്ട് ഒരൊറ്റ പോക്കങ്ങ് ഗോമതി പോവുക. ആഹാ, കൊള്ളാമല്ലോ അമ്മ, അമ്പലത്തിൽ പോകാനും ഒരാളെ കൂടെ കൊണ്ടുപോകാൻ വയ്യ, അതുപോലെ ഏകാന്ത പൂജയെന്നോ, എന്തൊക്കെ പൂജകളാണാവോ ഇവിടെ നടക്കണം, എനിക്കറിയില്ല. പോട്ടെ, ഇനി എന്തെങ്കിലും ഒരു ദിവസം പോവാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി അകത്തേക്ക് കയറി പോവാട്ടോ. നേരെ അമ്പലത്തിലേക്ക് ചെല്ലുന്ന വഴിയും അവിടെ ഇന്ദിരാമ്മ കാത്തു നിൽപ്പുണ്ട്. മോളെ കാണുന്നതും മോൾക്ക് അമ്മയെ കാണുന്നതും ഒരുപാട് സന്തോഷമാവും കേട്ടോ. അങ്ങനെ അവരെ വിശേഷങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നതിൻ്റെ കൂടുതൽ ഇന്ദിരാമ്മ ഒരുപാട് സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ട്. മോളെ, എനിക്കൊരു സമാധാനവും സന്തോഷമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സന്തോഷം ഉണ്ടാവാനാ? ജീവിതം തന്നെ തീരാറായി, എൻ്റെ കാലം കഴിയാറായി, ഇനി ഞാൻ എന്തും ആഗ്രഹിച്ചിട്ട് പോലും ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഗോമതിക്ക് സങ്കടമാവേണം കേട്ടോ. ഗോമതി പറയാം, അമ്മ ഇങ്ങനെയുള്ള വർത്തമാനം പറയാനാണോ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? വേണ്ട കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും. അതല്ല മോളെ, ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടെ നിന്നോട് പറയാനുണ്ട്. എന്താ അത്? പറഞ്ഞോ അമ്മ. അല്ല, അത് ഈ ദേവമംഗലത്തെയും കൃഷ്ണമംഗലത്തെയും ഒക്കെ ഒരുമിച്ച് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നീ കൂടെ അതെന്തായാലും അറിയണം. വീട്ടിലെന്തായാലും ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്. അതിന് മുന്നേ നീ ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാന്ന് തോന്നി, അതുകൊണ്ടാണ്. ശരി അമ്മ എന്നാ പറഞ്ഞോ. അല്ല, എനിക്കല്ലെങ്കിലും മോളെ ഒന്നും കാണാനുള്ള അവകാശം, മോളെ കാണാനോ സംസാരിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. എന്നിട്ടും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഓടി വന്നതെന്ന് നിനക്കറിയോ? അതിൻ്റെ ബുദ്ധിമുട്ടും അത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴാണ് രഹസ്യം എന്താണെന്ന് പറയാൻ വാതുറക്കണത്. ദേ പറഞ്ഞിട്ടുണ്ട് അനന്തൻ. ദൈവമേ, അപ്പോൾ തന്നെ ഉടനെ ഗോമതിയോട് പറയാം, ദേ അനന്തം വരുന്നുണ്ട്. അനന്തം വന്നോട്ടെ, അനന്തേട്ടൻ വന്നോട്ടെ, അതിനെന്താ, അമ്മയ്ക്ക് എന്താ എന്നെ കാണാൻ പറ്റും, സംസാരിക്കണമെന്ന് എന്താ കുഴപ്പം, ഞാൻ സംസാരിച്ചോളാം എന്നിങ്ങനെ ഗോമതി പറയാം. അതല്ല മോളെ, ഇനി അതിൻ്റെ പേരും പറഞ്ഞ് ഒരു പ്രശ്നമാവും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അനന്തൻ ഇങ്ങനെ എത്തി. അനന്തൻ കാണുകയും ചെയ്ത രണ്ടുപേരെയും. അത് ശരി, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് അമ്മ ഇവളെ കാണാനാണോ വന്നത്? അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതുപോലുള്ളവരെ കാണരുതെന്ന്? അപ്പോൾ തന്നെ ഉടനെ ഗോമതി പറയാം, എന്നെ കണ്ടാൽ എന്താ കുഴപ്പം? എൻ്റെ അമ്മയ്ക്ക് മോളെ കാണുന്നുണ്ട്, എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചത്. കുഴപ്പമുണ്ട്, സാധാരണ ഒരു അമ്മയ്ക്ക് ഒരു മകളെ കാണാൻ ഒരു കുഴപ്പമില്ലടി, പക്ഷേ നിന്നെപ്പോലെ ഒരു ശത്രുവിനെ കാണുന്നത് കുഴപ്പം തന്നെയാണ്, ചെറിയ കുഴപ്പമില്ല, ഇതിനപ്പുറം പലതും സംഭവിച്ചെന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ആനന്ദ്. അപ്പോൾ ഗോമതിക്കും ദേഷ്യം പറഞ്ഞിട്ട് അപ്പോൾ ഗോമതി പറയാം, കാണുമ്പോൾ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഉള്ളുകൊണ്ട് ഒരു ദിവസം ഞാൻ കരയിപ്പിക്കും, നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്നിട്ട് ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവാണ്. അമ്മയ്ക്ക് നല്ല വഴക്കം കൊടുത്തിട്ട് അനന്തനും അവിടെ നിന്ന് പോവാട്ടോ. അപ്പം അങ്ങനെ അനന്തം പോയി കഴിയുമ്പോൾ പറയാനുള്ള എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഗോമതിയോട് പറയുകയും ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇന്ദിരാമ്മ നേരെ വീട്ടിലേക്ക് വരികയാണ്.
വന്ന പാടെ തന്നെ ഗോമതിയെ കാണാൻ പോയെന്നുള്ള കാര്യം അവിടെ അനന്തൻ കണ്ടതല്ലേ. അങ്ങനെ അനന്തൻ വീട്ടിൽ വന്നുടനെ എല്ലാവരും വിളിക്കുക, അച്യുത, രാജശ്രീ, നന്ദിതേ, എല്ലാവരും വാന്ന്. അങ്ങനെ എല്ലാവരും ഓടി വരുമ്പോൾ എന്താ എന്താ ഏട്ടാൻ ചോദിക്കാട്ടോ. അപ്പോഴാണ് അനന്തൻ പറയണത്, അതെ അമ്മ ഇവിടുന്ന് പോയപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞിട്ട് പോയത്? അമ്മ അമ്പലത്തിലേക്കല്ലേ പോയത്? അമ്പലത്തിൽ പോകണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ അമ്പലത്തിലേക്കല്ല പോയത്, അപ്പുറത്ത് ഗോമതിയെ കാണാനാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പോൾ രാജശ്രീ പറയും, കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അമ്മയ്ക്ക് ഊണിങ്ങും കൂറങ്ങുവാണെന്ന്. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ എനിക്കറിയാം, ഞാൻ കുറച്ച് ദിവസമായിട്ട് അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, ഒളിച്ചൊളിച്ചുള്ള കാര്യങ്ങളും ഒളിച്ചും പാത്തുള്ള കാര്യങ്ങളും, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുക തന്നെ എന്ന് രാജശ്രീ പറയാട്ടോ. അപ്പം ഉടനെ തന്നെ അച്യുതനും പറയാനുണ്ട്, ഇത് നിർത്തണം. ഞാൻ പലതവണ ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ, അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, കളഞ്ഞിട്ട് പോകണം, എന്നിട്ട് അപ്പുറത്ത് പോയി നിൽക്കട്ടെ. ഇവിടെ നിന്നും കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അപ്പുറത്ത് ചോർത്തി കൊടുക്കല അമ്മയുടെ പരിപാടി, ഇതിന് നടത്താൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടോ. ഒരു കാര്യം ചെയ്യും, അമ്മ ഇങ്ങോട്ട് വിളിക്കുക, ചോദിക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദിത പറയണം, എന്തിനാ ഏട്ടാ അങ്ങനെ? അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇതൊന്നും കാണത്തില്ല. നീ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി സപ്പോർട്ടൊന്നും പറയണ്ട, ഇങ്ങോട്ട് വിളിക്കടിയെന്ന്. അങ്ങനെ അമ്മയെ വിളിക്കാട്ടോ. അങ്ങനെ നേരെ ഇന്നൊരമ്മ വരുവാണ്. ഇന്നൊരമ്മ ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്? നിങ്ങളോട് അപ്പുറത്ത് ഗോമതിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ മോളും ഒന്നുമല്ല, ആ ഒരു ബന്ധമില്ല. വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു ബന്ധമില്ലെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ദേഷ്യം പിടിച്ച് ചോദിക്കട്ടോ. പക്ഷേ സാധാരണ പേടിച്ച് പറിച്ച് നിൽക്കാനുള്ള ഇന്ദിരാമ്മ അപ്പോഴങ്ങോട്ട് ധൈര്യമായിട്ട് മക്കളുടെ മുതുകി തുറന്ന് പറയാണ്, എന്താ അവളെ കാണാൻ പാടില്ലാത്തതിൻ്റെ കുഴപ്പം എന്താ? എൻ്റെ മകളല്ലേ അവൾ, ഒരു അമ്മയ്ക്ക് എന്താ മകളെ കണ്ടുകൂടാന്നുണ്ടോ എന്നൊരു ചോദ്യം കൊണ്ട് ചോദിക്കുമ്പോൾ രാജശ്രീയും ബാക്കി അച്യുതനും അനന്തനും ഒക്കെ അന്തം വിട്ട് നിൽക്കാട്ടോ. പക്ഷേ നന്ദിതയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നന്ദിത ആൾ പാവമാണല്ലോ. അങ്ങനെ അമ്മയുടെ ഈ സംസാരം എന്താണെന്നറിയാണ്ട് അന്തം വിട്ട് നിൽക്കുക. ഇന്നത്തെ എപ്പിസോഡ് തരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്